ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടി വി സ്റ്റെബിലൈസറാണ്. നമുക്കിപ്പോൾ ഒരു 55 ഇഞ്ച് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടി വി സ്റ്റെബിലൈസറാണ്. അപ്പോൾ ടി വി സ്റ്റെബിലൈസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മുടെ പഴയ ടി വി സ്റ്റെബിലൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് 32 ഇഞ്ചിൻ്റെ സ്റ്റെബിലൈസറായിരുന്നു. അതായത് 1.3 ആംപിയറിൻ്റെ സ്റ്റെബിലൈസറായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ 3 കൊല്ലം ആയിരുന്നുള്ളൂ. അപ്പോൾ ഇത് അടിച്ചു പോയിരുന്നു, ഡിസ്പ്ലേ പോയിട്ടായിരുന്നു. പിന്നെ ഡിസ്പ്ലേ മാറ്റാൻ അവർ ചോദിച്ചത് 17,000-16,000 രൂപയ്ക്കാണ് 50 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി സാംസങ്ങിൻ്റെ പുതിയ ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 4K തന്നെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സീരീസ്. അത് അതിൻ്റെ വീഡിയോ കാണാത്ത പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിന് നമ്മൾ 2-3 സ്റ്റെബിലൈസർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് കമൻറ്റ് എടുത്തിട്ട് നല്ല സ്റ്റെബിലൈസർ ഏതാണെന്ന്. എന്ന് വെച്ചാൽ 𝑉𝗏 ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മൾ 𝑉𝗏 ഉപയോഗിച്ചിട്ട് സംഭവം ഉണ്ടായിട്ട് തന്നെ കത്തിപ്പോയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 𝑉𝗏 ഇപ്പോൾ വെറും ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പണ്ട് അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ ഇപ്പോൾ വെറും ജസ്റ്റ് ബ്രാൻഡ് നെയിമും മാർക്കറ്റിങ്ങിൻ്റെ സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല എന്താ പറയുക 2-3 ബ്രാൻഡുകളുടെ എന്താ പറയുക സ്റ്റെബിലൈസറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആക്സ്വോൾട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 55 ഇഞ്ച് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെബിലൈസറാണ്. കാണാൻ കുറച്ച് ലുക്ക് കുറവൊക്കെ ആയിരിക്കും. നമ്മുടെ 𝑉𝗏 അത്ര ലുക്ക് ഉണ്ടാവില്ല, പക്ഷേ പ്രൈസ് അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. 1,500 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരുള്ളൂ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ISO 9000 കമ്പനിയൊക്കെയാണ് കേട്ടോ. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ കമ്പനികളൊക്കെയാണത്. ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, ഓവർലോഡ് ഉണ്ട്, സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹൈ ലോ കട്ട് ഓഫ് ഉണ്ട്, ടൈം ഡിലേ ഉണ്ട്, വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്. പിന്നെ അവരോട് കൊടുത്തിട്ടില്ല ഫീച്ചേഴ്സായിട്ട് കൊടുത്തേക്കുന്ന ഒരു റഗ്ഡ് ടെക്നോളജി ഡിസൈൻ ഫോർ ഹൈ പെർഫോമൻസ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ടെക്നോളജി 10 kV സർജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഹൈ ആൻഡ് ലോ കട്ട് ഓഫ് വരുന്നുണ്ട്. സ്മാർട്ട് ഡിലേ ടു കൗണ്ടർ ഫ്രീക്വൻറ്റ് പവർ ഔട്ടേജസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിക്കോൺ ബേസ്ഡ് ട്രാൻസിസ്റ്ററും ആൻഡ് സിൽവർ കുക്ക് റിലേ ഫോർ ലോങ്ങർ ലൈഫ് ഓഫ് ദ പ്രൊഡക്റ്റ്. പിന്നെ കോമ്പാക്ട് ആൻഡ് എലിഗൻ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റൈൻ ഡബിൾ ഫേസ് ആണ്. ഇൻ്റലിജൻ്റ് ഓട്ടോ സ്റ്റാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസി ഗ്രേഡ് കോപ്പർ വൈൻഡിങ് ആണ് വരുന്നത്. പിന്നെ ISO 9001 2015 കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. പ്രൈസിങ് ഇതിൽ കൊടുത്തേക്കുന്നത് 3000 രൂപയ്ക്കാണ് നമുക്ക് പ്രൈസ്. പക്ഷേ ബൈങ് പ്രൈസ് വരുന്നത് 1,300-1,200 റേഞ്ചിലൊക്കെയാണ്. 1,500 താഴെ. അത് അങ്ങനെ എന്താ പറയുക പ്രൈസ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം, താല്പര്യമൊക്കെ നോക്കാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബോക്സിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബോക്സിൻ്റെ ഫ്രണ്ട് വരുന്നത്. ആണ് വരുന്നുണ്ട് ഫ്രണ്ട്. എൻ്റെ മുഖം കണ്ടത് മുഖത്തെനിക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. ഇതിൽ ഫ്രണ്ടിലൊരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ, വോൾട്ടേജ് കാണിക്കാനുള്ളത്. പിന്നെ ലുക്ക് കുറച്ച് കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് മെറ്റൽ ബോഡിയാന്ന് തോന്നുന്നുണ്ട്. 𝑉𝗏 പോലെ അങ്ങനെ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ഇതൊരു വൈറ്റ് കളറാണ്, കോമ്പാക്റ്റ് തന്നെയാണ്. ഞാൻ പക്ഷേ ആക്ച്വലി പടം കണ്ടപ്പോൾ വിചാരിച്ച വലുതായിരിക്കും വിചാരിച്ചത്, പക്ഷേ കോമ്പാക്റ്റ് തന്നെയാണ്. ഇതാണ് സംഭവം. കണ്ടോ, നമ്മുടെ വെയിങ് മെഷീൻ പോലെയൊക്കെ ഉണ്ട്. വെയിറ്റ് കുറവാണ്. ഇതിൻ്റെ ഉള്ളിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ അവരുടെ ഒരു താങ്ക് യു എന്നൊക്കെ പറഞ്ഞൊരു നോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. എക്സ്ട്രാ ഫ്യൂസ് 2 വെച്ചിട്ടുണ്ട്, അത് ഇവിടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ പോയി വെച്ചിട്ടുണ്ട്. കണ്ടോ, മാറ്റി വയ്ക്കാം. വൈറ്റ് കളറാണ് കേട്ടോ. ചെറുതായിട്ട് മണ്ണൊക്കെ ഉണ്ട്. മെറ്റലാണ് കേട്ടോ, മെറ്റൽ ബോഡിയാണ്. ഇതാണ് സംഭവം ആക്സ്വോൾട്ടിൻ്റെ. കണ്ടോ, എൻ്റെ ഫേസ് നോക്കല്ലേ ക്യാമറ. ഇതാണ് സംഭവം. കണ്ടോ, ഇത് നമുക്കിവിടെ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പോർട്ട് ബാക്കിൽ വരുന്നുണ്ട്. ചെറുതാണ്, പക്ഷേ പടത്തിൽ കാണുമ്പോൾ ഭയങ്കര സൈസായിട്ട് തോന്നും. ആക്സ്വോൾട്ട് കോപ്പർ ഇൻപുട്ട് 140-300 വാട്ട്, ഔട്ട്പുട്ട് 200-240 വാട്ട്, 600 VA LEDs എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മോഡലിംഗ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ജീനിയസ് ആണ്, സീരിയൽ നമ്പർ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വയർ വരുന്നത്. എക്സ്ട്രാ ഫ്യൂസ് നമുക്ക് അവരോട് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, കുത്തി നോക്കാം. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കട്ട് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പവർ ഓൺ ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒന്ന് കുത്തി കാണിച്ചു തരാം. എന്താ അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ഒരു 4 സെക്കൻഡ് ഒക്കെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഔട്ട്പുട്ട് വന്നിട്ടില്ല, ഇതപ്പോൾ വന്നു, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പവർ ഓൺ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ജീനിയസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ISO 9001 കമ്പനി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ മെറ്റലാണ്. ഒരു ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ കളർ വേരിയൻറ്റ് ഇതിപ്പോൾ ഔട്ട്പുട്ടായിട്ട്. ഇപ്പോൾ നേരത്തെ ബ്ലിങ്കിങ് ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് വന്നത് ഇവിടെ ഗ്രീൻ ആയിട്ടാണ്. അപ്പോൾ സംഭവം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു TV, ഫ്രിഡ്ജ്, LED, സൗണ്ട് ബാർ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്റ്റെബിലൈസർ, നല്ല സ്റ്റെബിലൈസർ, അതായത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റെബിലൈസർ
ഉപയോഗിക്കാൻ മറക്കാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ടി വിക്കും ഔട്ട്പുട്ട് ഡിഫറൻസ് വരും, ആംബിയർ ഡിഫറൻസ് വരും. അപ്പോൾ ഇതിന് ആക്ച്വലി ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഔട്ട്പുട്ട് ആംബിയർ വരുന്നത് എനിക്ക് തോന്നുന്നത് മാക്സിമം വരുന്നത് 2.8 3 ആംബിയർ സംതിങ് വരെ സപ്പോർട്ടാണ്. പക്ഷേ നമ്മുടെ നേരത്തെ ഉപയോഗിക്കുന്നത് 1.1 സംതിങ് ഉണ്ടാകുന്നുള്ള ആംബിയർ. അത് ആക്ച്വലി 32 ഇഞ്ച് വരെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മുടെ ടി വി ചാനൽ. അത് വെച്ചാൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് വന്നിട്ട് കത്തിപ്പോയി തന്നെയാണ്. കംപ്ലൈൻറ്റ് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു സർജ് പ്രൊട്ടക്ടറും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ നമ്മൾ പരിചയമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ 2 ബെസ്റ്റ് പ്രൊഡക്റ്റാണ് നമ്മൾ ആക്ച്വലി അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടി ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.